बरस के 2 कदम, चौखट के बाहर क्या गए, तेरी कुड़माई के दिन आ गए। हाय बन्नो परदेसिया के देश के, चौबारे तुझको भा गए, तेरी कुड़माई के दिन आ गए। ले रहा सब लाए तेरी माई बाप। Every beautiful love story പിന്നിൽ ഒരു ബെസ്റ്റ് സ്ട്രോങ് ഫാമിലി ഉണ്ട്. So now let me take this time to welcome them. From groom side, the loving and supportive mother, Devaki Amma. എവിടെയാ അമ്മ? के मौसम वो तेरे, हमसे रोके भी रोके ना गए। Next from the right side, the proud father, Vijay Chandra sir, please. The caring mother, Girija Amma. Okay, next. എന്തോ കമന്റ് കേട്ടില്ല. ബ്രദറിനെ ടൈം ഔട്ട്. ബ്രദറിന്റെ ക്യാപ്ഷൻ വെച്ചിട്ടുണ്ട് സപ്പോർട്ടീവ് ബ്രദർ ജിതിൻ ശങ്കർ. പ്ലീസ് ലേറ്റ് ആവുന്നതാണ് ലേറ്റസ്റ്റ് അവരും കേട്ടിട്ടുണ്ടോ? പുള്ളി ആകെ ടെൻഷൻ അടിച്ചു. പുള്ളിനെ വിളിക്കില്ലേ ഞാൻ നിങ്ങളില്ലാതെ ഈ ഒരു ഫാമിലി ഇൻകംപ്ലീറ്റ് ആണ് അല്ലേ? ഓക്കെ ഹാപ്പി അല്ലേ? किसको नींद से जगाएंगी, धूप आंगने में अब से किससे मिलने आएगी। खुल के कभी जो ना कहा करते हम आज स्वीकार है, अपने भैया से कहना ना कभी, हमको तुझसे ज्यादा प्यार है। हाथों में चूड़े सज गए, तेरे गुड़िया खिलौने कहाँ गए, तेरी कुड़माई के दिन आ गए। ओ 16 बरस के 2 कदम, चौखट के बाहर क्या गए, तेरी कुड़माई के दिन आ गए, नी तेरी कुड़माई के दिन आ गए, तेरी कुड़माई के दिन आ गए, नी तेरी कुड़माई के दिन आ गए। வானம் பார்த்து கிடந்தேனே, மழையாய் வந்து விழுந்தாயே, வழி துணையே நீயே. கண்டேன் என்னுடையவளை, தந்தேன் மிச்ச உயிரை. கண்டேன் என்னுடையவனை, தந்தேன் மிச்ச உயிரை. உற்று உன்னை பார்க்கையிலே தொற்று கிடைத்த தனிமையினை, கற்று தந்த காதல் வழி விட்டு போனதே. ஊர் கூடும் நல்ல நல்ல தளங்கள் எல்லாம் உன்னை கூட்டிக் கொண்டு கை கோர்த்து கொண்டு, இதை சேர்த்து வைக்க நல்ல இடங்களை நாம் வா தேடி தேடி போவோம்.
मनमा के तेरे प्रचलन കാത്തിരുന്ന ആ പ്രാക്ടീസൊക്കെ ചെയ്ത് നമ്മുടെ ഫ്രണ്ട്സും കൂടെ ഡാൻസ് കളിക്കുന്ന സ്റ്റേജിലേക്ക് ഓടി വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ വീണ്ടും കുറേ സുന്ദരികൾ എത്തിച്ചേർന്നിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ഫംഗ്ഷൻ കുറച്ച് മനോഹരമാക്കാൻ. ആൻഡ് പക്ഷി കണ്ണിൽ നിന്നെ കൊത്തി വെള്ളിപ്പൂത്തിങ്കൾ കണ്ണിൽ കണ്ണിൽ നാടിച്ചെത്തി നക്ഷത്ര പക്ഷി നിങ്ങളുടെ പൂങ്കവിനുള്ളിയതാരാണോ പെണ്ണെ കണ്ണോട് നിന്റെ കണ്ണോട് കണ്ണിടയും
പോകരുത്, ഓടരുത്, ഇങ്ങോട്ട് വാ, തിരിച്ചു കയറും, വാ. ഇവരെല്ലാരും ലൈക്ക് പ്രാക്ടീസ് ചെയ്ത് വന്നത് ശരി, ഡാൻസ് കളിക്കുമ്പോൾ ഒരാൾ അങ്ങോട്ട് നോക്കിയിട്ട് നീ ഒരാൾ തെറ്റിച്ച് കഴിഞ്ഞാൽ ഒരാൾ ചിരിക്കുക, അപ്പൊ ആ ചിരിച്ച ആളെ തെറ്റിക്ക് കൊടുത്തത്, അപ്പൊ എല്ലാവരും കൂടെ കൂട്ടച്ചിരി. ആൻഡ് ഇവര് സത്യം പറഞ്ഞാൽ ഈ ഡാൻസിന് ഭയങ്കര എൻജോയ് ചെയ്തിട്ടാണ് കളിക്കുന്നത് അല്ലേ. ഇവര് തെറ്റിയാലും വേണ്ട, ഞങ്ങൾക്ക് കുറച്ച് എൻജോയ്മെന്റ് കൂടി കിട്ടിയാൽ മതി എന്ന് മാത്രം ചിന്തിച്ച് ഡാൻസ് കളിച്ച് എനിവേ അടിപൊളിയായിരുന്നു. അതൊന്നും നിങ്ങൾ കൈയടികളോടൊന്ന് കൊടുക്കുമോ? അതല്ലേ ഗെയിം കളിക്കാൻ താല്പര്യമുള്ളവർ. ഓക്കെ, സോ യു ഗൈസ് റെഡി? ഇവിടെ ഡാൻസ് കളിച്ചവരെല്ലാം ഗെയിം കളിക്കണം, നിർബന്ധമാണ്. ഒരാളെ സൈഡിലോട്ടോ, ഒരു മിനിറ്റ് നിങ്ങൾ നിങ്ങൾ ഫ്രണ്ട്സ് മാത്രം അങ്ങനെ ഒരു ടീം ആവരുത്. നിങ്ങൾ അപ്പുറത്ത്, ഇയാൾ മാത്രം അപ്പുറത്ത്. അപ്പൊ നിങ്ങൾ കുറച്ച് സൈഡിലോട്ട് നീക്കും. ബ്രൈഡ് ഗ്രൂപ്പിലൊന്നും കണ്ടോട്ടെ. ഗെയിം ഇത്ര സിമ്പിൾ ആയിട്ടാണ്. നിങ്ങൾ ടീം എ, ഇത് ടീം ബി. ഓക്കെ, ഇത് ഗ്രൂം സൈഡ്, ഇത് ബ്രൈഡ് സൈഡ്. ഓക്കെ, നിങ്ങൾക്ക് ഞാനൊരു ടാസ്ക് തരും. ഓക്കെ, റെഡി അല്ലേ? നിങ്ങൾ റെഡി അല്ലേ? ഓക്കെ, നിങ്ങൾക്ക് ഞാനൊരു ടാസ്ക് തരും. അതായത് നിങ്ങൾ നാലുപേര് ഫ്രണ്ടിലോട്ട് വന്നേനെ. നിങ്ങൾ ഇവിടുന്ന് നിങ്ങൾ ഒരു അഡ്വെഞ്ചറസ് ആയിട്ടുള്ള ഒരു ഗെയിമാണ്. നോക്കിച്ചാടി കളിക്കുക, വീഴരുത്, പരിക്കുകളൊന്നും പറ്റരുത്. കാരണം 18-ാം തീയതിയുള്ള നമ്മുടെ മാരേജ് ഒക്കെ അടിച്ച് പൊളിക്കാൻ നിങ്ങളാണ് ഉള്ളത്. അപ്പോൾ ശ്രദ്ധിച്ച് സൂക്ഷിച്ചു മാത്രം ഗെയിം കളിക്കുക. അതായത് ഞാനിപ്പോൾ ഒരു ഐറ്റത്തിൻ്റെ പേര് പറയും, അത് ഇവിടെ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടാവും. നിങ്ങൾ പോയിട്ട് എടുത്തുകൊണ്ടത്, അത് ഹൈഡ് ചെയ്തിട്ടല്ല കിടക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുമ്പോൾ ഒരു ഗ്രീൻ ലീഫ്, ഇവിടെ പല ടൈപ്പ് ഓഫ് ലീവ്സ് ഉണ്ട്. ഇതിൽ കണ്ടോ വൈറ്റ് കളർ, അങ്ങനത്തെ അല്ല. അപ്പോൾ ഞാൻ ഡാർക്ക് ഗ്രീൻ എന്ന് ഉദ്ദേശിച്ചാൽ നിങ്ങൾക്ക് ബാക്കിൽ ഗ്രീൻ ലീഫ് ഉണ്ട്. നിങ്ങൾ പൊട്ടിച്ചിട്ട് കൊണ്ടുവരുമ്പോൾ ലാസ്റ്റ് വരുന്ന ഓരോരുത്തർ, അതായത് ഈ ടീമില് ലാസ്റ്റ് വരുന്ന ഒരാൾ കയറാൻ പാടില്ല, ഈ പാടില്ല. മനസ്സിലായോ? അതായത് ആദ്യം 3 പേര് കയറിയിട്ട് അവസാനത്ത് വരുന്ന ഒരാൾ ഔട്ടായിരിക്കും. പക്ഷെ നിങ്ങൾ കളിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ ഇന്നത്തെ സ്റ്റാർസിന് വേണ്ടിയിട്ടാണ്. ഇതൊരു ചലഞ്ച് ആയിട്ട് എടുക്കണം. ബ്രൈഡ് ആണോ ജയിക്കുക, ഗ്രൂമിന്റെ ടീമാണോ ജയിക്കുക എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കണം. ഓരോ ഒബ്ജക്റ്റ് കൊണ്ടുവരാം, പക്ഷെ നിങ്ങൾ കൊണ്ടുവരുമ്പോ എല്ലാവരുടെയും കയ്യിൽ ഓരോന്ന് വേണം. നിങ്ങളുടെ ടീമല്ല കളക്ട് ചെയ്യുന്നത്, നിങ്ങളുടെ ഓരോരുത്തരുടെയും കയ്യിൽ അത് വേണം. പിന്നെ എന്തെങ്കിലും പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സ്റ്റേജിലുള്ള ആരുടെയും ഒരു സാധനങ്ങളും നിങ്ങൾ മേടിക്കാൻ പാടില്ല. ഒക്കെ നമ്മുടെ ഓഡിയൻസ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്, അവർക്ക് ഫ്രീ ആയിട്ടിരിക്കാൻ, നിങ്ങൾക്ക് അവരെ വേണമെങ്കിൽ ഡിസ്റ്റർബ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ മനസ്സിലായോ ഗെയിം എങ്ങനെയാണെന്ന്? നിങ്ങളിൽ ലാസ്റ്റ് വരുന്ന ഒരാൾക്ക് സ്റ്റേജിൽ കയറാൻ പറ്റത്തില്ല. അങ്ങനെ ഷോർട്ട് ചെയ്തിട്ട് ലാസ്റ്റത്തെ 2 പേര് മാത്രം, ഓരോ ടീമിൽ നിന്ന് ഓരോരുത്തർ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. സോ യു ഗൈസ് റെഡി? സോ നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ഇറങ്ങി നിന്നോളൂ. ഈ സ്റ്റേജിന്റെ മുകളിലോട്ട് കയറണ്ട, അപ്പോഴാവും കുറച്ച് ബുദ്ധിമുട്ട് നിങ്ങൾക്ക് തോന്നുക. നിങ്ങൾ ഓടുമ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം ഓടാൻ. ഇവിടെ ഒന്നും തട്ടിത്തടഞ്ഞ് വീണ് നമ്മൾ കല്യാണം അറിയാലോ, ഞാൻ പറഞ്ഞിരുന്നല്ലോ, നിങ്ങൾ ഇഷ്ടമാണ്. സോ നിങ്ങളുടേതല്ലാത്ത എല്ലാവർക്കും ഓരോന്ന് കളക്ട് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ, ഗ്രൂപ്പ് വൈസ് അല്ല. നിങ്ങളുടേതല്ലാത്ത ഒരു വാച്ച് കളക്ട് ചെയ്യും പെട്ടെന്ന്. ഗോ വാച്ച്. നിങ്ങളുടേത് യൂസ് ചെയ്യാൻ പാടില്ല. ലാസ്റ്റ് വരുന്ന ഒരാൾ ഔട്ടാവും, അറിയാലോ. പുറത്തുനിന്ന് മതി, നിങ്ങൾ നേരത്തെ നിന്ന സൈഡില്. ഓക്കെ, ലാസ്റ്റ് വരുന്ന ഒരാൾ ഔട്ട്. ലാസ്റ്റ് വന്ന ആളാരാ? ഓക്കെ, ഔട്ട്. ഓക്കെ, നെക്സ്റ്റ് സേഫ്റ്റി പിൻ. ഓടി. അവരവരുടെ ടീമിന്റെ സൈഡിൽ നിൽക്കുക. അവരവരുടെ ടീം ആരെ ലാസ്റ്റ് ചെയ്ത് ടീമാണ്, അയാൾ ഔട്ടാണ്. ഓക്കെ, ഇനി അവിടുന്ന് ഞാൻ ഔട്ടായ ഫ്രണ്ടിന് ഒരു കമ്പനി കൊടുക്കാൻ വേണ്ടി പോയതാണ്. ഓക്കെ, റെഡിയാണോ? ചെരുപ്പ് വേണോ? എന്നാ അവിടെ ടിഷ്യൂ എടുത്തോ പോയിട്ട്. ടിഷ്യൂ ഒരാൾ ഔട്ടാണ്, ഈ ടീമിൽ ഒരാൾ ഔട്ടാണ്. ഒരു ടിഷ്യൂ മതി. അതിനടിയിലുണ്ടായിരുന്നു, അതാരും ശ്രദ്ധിച്ചില്ല. ഇവിടുത്തെ ചേട്ടന്മാര് പാവങ്ങൾ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അവർ കേൾക്കാതെ പോയിരിക്കുകയാണ്. അതിന്റെ ഗ്രൂമിന്റെ സൈഡിൽ നിന്ന് ഓരോരുത്തരുണ്ട്. അതെ അല്ലേ? എന്താണ് സ്നേഹം? ഇതാണ് സ്നേഹം. ഞാൻ വേണമെങ്കിൽ ബ്രൈഡിനെ ജയിപ്പിക്കാം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, എനിവേ ഓക്കെ ഫൈൻ. അപ്പൊ ലാസ്റ്റ് നമുക്ക് എന്ത് കൊടുക്കാം? പണി. ഓക്കെ, നിങ്ങളുടേതല്ലാത്ത ഒരു ജെൻസ് വെയർ ചെയ്യുന്ന ഷൂസ്. അങ്ങനെ ഗ്രൂമിന്റെ സൈഡിൽ വിജയിച്ചിരിക്കുന്നതാണ് ഒരു ചെരുപ്പൊക്കെ കൂടി വന്നത്. ഐ മീൻ ചെരുപ്പല്ലായിരുന്നു, ഷൂ ആയിരുന്നു. ഇത് ആരുടെ ഷൂസ്? ഹസ്ബൻഡിന്റെ ഷൂ.
അത് കൊള്ളാം. നല്ല സപ്പോർട്ടീവ് ആയിട്ടുള്ള ഭർത്താവ്, അതേപോലെ തന്നെ ഉള്ള ഒരു ഭർത്താവായിരിക്കട്ടെ നമ്മുടെ ഗ്രൂമും അല്ലേ? യെസ്. അപ്പൊ നല്ലൊരു കൈഡി കൊടുത്തേ. ഗെയിം ഇഷ്ടപ്പെട്ടില്ലേ? എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കൂട്ടോ. ഞാൻ ഒരു നമ്പർ പറയും. അപ്പോൾ ഈ നമ്പറായിട്ട് നിങ്ങൾ ഗ്രൂപ്പ് ചെയ്യണം, ഗ്രൂപ്പ് ഫോം ചെയ്യണം. ഇപ്പൊ ഞാൻ പറയാണ് 2 എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ രണ്ട് പേര് വെച്ച് പെയർ ചെയ്യണം. അതും ഞാൻ 3 seconds മാത്രമേ ടൈം തരുള്ളൂ. അതിനുള്ളിൽ നിങ്ങൾ പെയർ ആയിരിക്കണം. എന്നിട്ടും പെയർ ആവാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ നിങ്ങളുടെ സത്യാവസ്ഥ മൂലം നിങ്ങൾ എന്നോട് പറയണം ഞാൻ പെയർ ആയിട്ടില്ല, സോ എനിക്ക് പെയർ കിട്ടിയിട്ടില്ല, അങ്ങനെ നിങ്ങൾക്ക് ഔട്ട് ആവും. അപ്പൊ റെഡിയാണോ? നല്ല ഗെയിം അല്ലേ? ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഒരു നമ്പർ തരാം. ആ നമ്പറായിട്ട് നിങ്ങൾ ഫ്രണ്ട് ലൈക്ക് നിങ്ങളിങ്ങനെ പിടിച്ച് നിൽക്കുക എന്തെങ്കിലും ചെയ്യണം. ലൈക്ക് ഒരു ഗ്രൂപ്പ് ആവണം. ഓക്കെ, ദ ടൈം സ്റ്റാർട്ട് നൗ. ഞാൻ കൗണ്ട് തരും. ലൈക്ക് എത്രയാണ് കൗണ്ട് എന്നുള്ളത് തരും. 3. ഓക്കെ, 1 2 3. ഓക്കെ, 1 2 3. ടൈം ഔട്ട്, ടൈം ഔട്ട്, ടൈം ഔട്ട്. നിങ്ങൾ 3 തരും. ഓക്കെ, നെക്സ്റ്റ് 6 1 2 3. Okay. 4 1 2 3. ഓക്കെ, ചതിച്ചിരിക്കുന്നു. ഗെയിമിൽ ചതി നടന്നിരിക്കുന്നു. ഓക്കെ, ഇപ്പൊ നമ്മൾ തോറ്റോന്നാ. ഓക്കെ, ഇനി നിങ്ങൾ 4 പേരുണ്ട് ടോട്ടലി. നിങ്ങൾ ഫ്രണ്ടിലോട്ട് വരും. കൂടി വിത്തിൻ 3 seconds ഞാൻ ഫസ്റ്റ് ആയിട്ട് 3 എണ്ണുന്നതിനുള്ളിൽ നിങ്ങൾ പെയർ ആയിരുന്നില്ലെങ്കിൽ 1 2 3 2 1 2. ഓക്കെ, 3 1 2 3. ആരവസാനം വന്നു? ഞാൻ പോവില്ല. ഇപ്പൊ കളിക്കാൻ വരാത്ത ആൾക്കാരെന്നെ വിട്ടുകൊടുക്കാത്ത ഒരു സിറ്റുവേഷൻ വരെ എത്തിയിരിക്കുകയാണ്. അതോടെ 1 3 1 2 3. കണ്ടോ? പ്ലാനിങ്, വെൽ പ്ലാൻഡ്. ഓക്കെ, നെക്സ്റ്റ് 3. യെസ്. അപ്പോൾ നമുക്ക് എങ്ങനെ പോയാലും ഇവരെ തന്നെ രണ്ടുപേരും വിജയികളെ ആക്കാതിരിക്കാൻ പറ്റത്തില്ല. കാരണം നീ ഇവിടുന്ന് 1 2 എന്ന് പറഞ്ഞ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈപിടിച്ച് കളിക്കേണ്ട അവസ്ഥ വരും. സോ ഇതിലെ വിന്നേഴ്സ്, യെസ്, എന്തായിരുന്നു പേര്? ഇന്ദു ആൻഡ് അമൃത ആണ് ഇതിലെ വിന്നേഴ്സ്. ഇപ്പോഴാണ് ഹസ്ബൻഡ് ലേറ്റ് ആയി, അല്ലെങ്കിൽ നമുക്ക് ആഡ് ആക്കാമോ അല്ലേ? ഓക്കെ, താങ്ക് യു. അപ്പോൾ ഐ ഹോപ്പ് 2 ഗെയിംസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? പ്ലീസ് മേക്ക് സം നോയ്സ് ഗായ്സ്. യെസ്. അപ്പോൾ നിങ്ങൾക്ക് നന്നായി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ വിളിക്കത്തില്ല നിങ്ങളെ, ഓടി വാ. ബിക്കോസ് ഒരുമിച്ചിരുന്ന് പഠിച്ച ആ ഒരു ബെഞ്ച് മേറ്റ്സ് ആണ് അവരല്ലേ? യെസ്. അപ്പോൾ ആ ഒരു ബെഞ്ച് മേറ്റ്സ് നിന്ന് നിങ്ങളുടെ കൂട്ടത്തിലെ അടുത്തൊരാൾക്ക് വിവാഹം ആയിക്കൊണ്ടിരിക്കുകയാണ് വിത്തിൻ 2 days. അപ്പോൾ നിങ്ങൾക്ക് എനിക്ക് കാണുമ്പോൾ പുള്ളിക്കാരത്തി ഭയങ്കര ഭാവമായിട്ടാണ് തോന്നുന്നത്. എന്തെങ്കിലും നിങ്ങൾക്ക് നല്ല അടിപൊളി മെമ്മറീസ് ഷെയർ ചെയ്യാനുള്ളൊരു ബെസ്റ്റ് ടൈമാണിത്. പ്ലീസ് കം ഓൺ, ബാബാ ഓടി വാ. ഇതിൽ മടിച്ചു നിൽക്കരുത്. ഇത്രയും നേരം സ്പോർട്സ്മാൻ സ്പിരിറ്റോട് കൂടെ ഓടി വന്നവരാണ് നിങ്ങൾ. അതുകൊണ്ട് മടി കാണിക്കാതെ തന്നെ സ്റ്റേജിലേക്ക് ഓടിക്കയറേണ്ടതാണ്. ബ്രൈഡിനെ കാണുമ്പോൾ നമുക്കത് ഭയങ്കര കാം ആൻഡ് ക്വൈറ്റ് എന്നുള്ളൊരു മാതിരിയാണ് എനിക്ക് പേഴ്സണലി തോന്നിയത്. ഭയങ്കര പാവം പറ്റി. അപ്പോൾ ആ നോട്ടത്തിൽ വളരെ പാവമാണെന്നുള്ള നോട്ടാണ്. വരും സമയമില്ല നമുക്ക്. അപ്പോൾ ഓക്കെ, ഞാൻ ചോദിക്കുന്നത് ഇതാണ്. ഇവരെ ഒരുമിച്ച് പഠിച്ച ഒരു ഗ്യാങ് ആണ്. അതിൽ നമുക്ക് നമ്മുടെ കൂടെ പഠിച്ച ഒരു കുട്ടിയുടെ കല്യാണം ആവുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റിയലി വെരി ബിഗ് മൊമെന്റ് ഫോർ ദം. സോ നമുക്ക് 2 വാക്ക് അവരോട് ചോദിക്കാം. എങ്ങനെയാണ് നമ്മുടെ വിസ്മയക്കുട്ടി ക്ലാസ്സിൽ ഉണ്ടായിരുന്നത്, പിന്നെ അവരുടെ ഒരു ബെസ്റ്റ് മെമ്മറീസ്, അവരെല്ലാവരും ഗ്രൂപ്പായിട്ടുള്ളപ്പോൾ നന്നായിട്ടുള്ള നല്ലൊരു മെമ്മറി. ഓക്കെ, അത് ഇവിടുന്ന് നല്ല എന്തെങ്കിലും പറഞ്ഞു കൊടുക്കുമോ? നല്ല കാര്യങ്ങൾ മാത്രം പറയണം, നല്ല കുട്ടികളത് എടുത്തെടുത്ത് പറയണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടതെന്ന് തോന്നുന്നു. കണ്ടിന്യൂ ചെയ്യുമെങ്കിലും ഞാൻ 2 വാക്ക് പറയാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ വിസ്മയ സൂപ്പർ എന്ന് പറയുന്നത്. ബാക്കി എല്ലാ കുറേ കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ പറയില്ല. ഞാൻ കസിനും കൂടിയാണ്. ഞങ്ങൾ ചെറുപ്പം തൊട്ടിട്ടേ ഒപ്പമാണ് പഠിച്ചത്. കോളേജ് KG തൊട്ടിട്ട് കോളേജ് വരെ ഒപ്പായിരുന്നു, ഡിഗ്രി. അപ്പോൾ ക്യാരക്ടർ പറയുകയാണെങ്കിൽ പാവാണ്, പക്ഷേ എല്ലാ ഉടായ്പിനും വരും. അങ്ങനെയാണ്.
പിന്നെ ഞങ്ങളെല്ലാവരും അന്ന് തൊട്ടേ ഡാൻസൊക്കെ എപ്പോഴും സ്റ്റാർട്ടിങ് തൊട്ടേ സ്കൂൾ ടൈം തൊട്ടിട്ടേ എപ്പോഴും കളിക്കാറുണ്ട്. അപ്പോൾ അന്ന് തൊട്ടിട്ടേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോൾ ആദ്യം തന്നെ. പക്ഷെ ഒന്നിനും ടൈം കിട്ടിയില്ല, പെട്ടെന്ന് എന്തൊക്കെയോ പ്ലാൻ ചെയ്ത് കളിച്ചാൽ തട്ടിക്കുട്ടിയതാണ്. അപ്പോൾ ഐ എം വെരി ഹാപ്പി ഫോർ ഹർ. സോ ബെസ്റ്റ് വിഷസ്. എനിക്ക് ഇഷ്ടമായിട്ട് ഡിഗ്രി മുതലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ്. ഞങ്ങൾക്ക് ഒരുപാട് വർഷങ്ങളായി. വിസുവിൻ്റെ കൂടെയുള്ള മെമ്മറീസ് എല്ലാം നല്ല മെമ്മറീസ് ആണ്. ക്ലാസ്സിലിരുന്ന് സംസാരിച്ച് ടീച്ചർ പിടിക്കുന്നത് മുതൽ ഇന്ന് വരെയുള്ള എല്ലാ മെമ്മറീസും നല്ല മെമ്മറീസ് ആണ്. ഞങ്ങളെപ്പോഴും ക്ലാസ്സിലിരുന്ന് സംസാരിക്കുമായിരുന്നു. അപ്പോൾ കൂടുതൽ പിടിക്കുക തന്നെയാണ്. ഞങ്ങൾ ഫുൾ സംസാരമായിരുന്നെങ്കിലും കൂട്ടത്തിൽ പിക്ക് തന്നെ മാത്രമായിരിക്കും. അപ്പോൾ എന്തിനും ആദ്യ രേഷ്മ എന്നുള്ള പേര് വിളിക്കും. പക്ഷെ പിന്നീട് ഇവർ ഉണ്ടാവുമായിരുന്നു സംസാരിക്കാന്. ഒരാളായിട്ടൊന്നും സംസാരിക്കില്ലല്ലോ. അപ്പോൾ എന്നും പിടിക്കുന്ന ആളായിരുന്നു. അപ്പോൾ അങ്ങനെ കുറെ പിന്നെ ഈ ഡാൻസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ കോളേജ് ചെന്നതിന് ശേഷമാണ് ഇവർ രണ്ടുപേരും പിന്നെ ഞങ്ങളുടെ മൊത്തത്തിലുള്ള ഗ്യാങ്ങൊക്കെ കൂടി അടിപൊളിയാക്കി കോളേജ് ഫുള്ള് വൈബ് ആക്കിയിട്ട് അങ്ങനെ നല്ല ഒരു 3 വർഷമായിരുന്നു വിസിൻ്റെ കൂടെ കോളേജിൽ. അതിനുശേഷം ഇത്രയും വർഷം ഞങ്ങൾ ഈ കോൺടാക്ട് കീപ്പ് ചെയ്ത് ഇപ്പം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ മാരേജ് ആണ്. അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞങ്ങൾ കല്യാണം കഴിക്കുന്നത് പറയുമ്പോൾ. ഞങ്ങളുടെ ടീമിൽ ഓരോരുത്തരും കല്യാണം കഴിഞ്ഞ് പോകുമ്പോൾ ഞങ്ങൾ അടുത്തതാരും അങ്ങനെ കൗണ്ട് ചെയ്ത് വെക്കുന്നത്. ലാസ്റ്റ് വന്ന് ഞങ്ങൾക്ക് ഒരാൾ കൂടി ഉണ്ട്. കറൻ്റ്ലി വിസു ആണ് ഇപ്പോൾ ഒരു കല്യാണത്തിലേക്ക് നിൽക്കണേ. അപ്പോൾ വിസുവിനും വിവേകിനും ഓൾ ദ ബെസ്റ്റ് ഓഫ് ലക്ക്. ഫ്യൂച്ചറിൽ ഫുള്ള് ഇതേപോലെ ഹാപ്പി ആയിട്ട് പോട്ടെ, അത്രേ പറയാനുള്ളൂ. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ വിസുവിൻ്റെ കൂടെ പഠിച്ചിട്ടേ ഇല്ല. പക്ഷെ ഞങ്ങൾ ഡിഗ്രിക്ക് ഞങ്ങളൊരു ഗ്യാങ് ആയിരുന്നു. അപ്പൊ ഈ ഗ്യാങ്ങിൽ ഉണ്ടായിരുന്നതാണ് വിസു. അങ്ങനെ അവരൊപ്പം വന്ന് നമുക്ക് പിന്നെ അങ്ങനെ ഇന്നാളെന്നൊന്നും ഇല്ലല്ലോ. അപ്പൊ അങ്ങനെ നമ്മൾ ഒപ്പം ചേർന്ന് പഠിച്ച് പിന്നെ ഞങ്ങൾ ഒരു ഗ്യാങ്ങായി. അപ്പോൾ ഞങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് ഉറ്റു നോക്കിക്കൊണ്ടിരുന്ന 2 പേരുടെ കല്യാണമായിരുന്നു. ഒന്ന് മേഘനയുടെയും ഒന്ന് വിസുവിൻ്റെയും. കെട്ട് ഞങ്ങൾ ഇങ്ങനെ പറയുമായിരുന്നു. 2-3 കൊല്ലമായി പിന്നാലെ നടക്കണം. അവസാനം കെട്ടി. അപ്പൊ ഞങ്ങൾക്ക് അവസാനമായിട്ട് അത്രയും പിന്നെ ഒരാൾ കൂടി ഉണ്ട്. അവിടെ പിന്നെ ഇപ്പൊ കെട്ടണില്ലാന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ അതിനെ വിട്ടു. അതുകൊണ്ട് ഇവിടെ കല്യാണമായിരുന്നു ലാസ്റ്റ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റേണ്ടത്. അതുകൊണ്ടാണ് ഈ പ്രായങ്ങൾക്കൊക്കെ കയറി പഠിച്ചില്ലെങ്കിലും വേണ്ടില്ല ഗെയിം എന്തേലും ആവട്ടെ വെച്ചിട്ട്. കാരണം ഞങ്ങൾക്ക് ഇനി ഒരു ക്ലോസ് കല്യാണം പറയാൻ ആരുടെ ഇല്ല. ഇവിടെ ഞങ്ങളുടെ കസിൻസിന്റെ കൂടെ ഞങ്ങളിങ്ങനെ എൻജോയ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. എല്ലാ ഫ്യൂച്ചറിൽ എല്ലാ വിഷസും അറിയിക്കണം. ഓൾ ദി ബെസ്റ്റ്. നമ്മുടെ ഈ ഒരു സംഗീത് നൈറ്റ് അത്രയും അടിപൊളിയാക്കിയെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഈ ഒരു സമയത്ത് നമുക്ക് ഇവരുടെ അഭിപ്രായം കൂടെ ചോദിക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു, നമ്മൾ എൻജോയ് ചെയ്തോ? എങ്ങനെ നമ്മ ഭയങ്കര ശരിയാണ്. ഓക്കെ, അത് രണ്ടും കൂടെ അമ്മയുടെയും വിസ്മയുടെയും രണ്ടും കൂടിയിട്ട് വിസ്മയ തന്നെ പറയും. ഇവൻ്റെല്ലാം അടിപൊളിയായി വിചാരിച്ചിട്ടേക്കാം. ആൻഡ് അവരുടെ ഡാൻസൊക്കെ ഞങ്ങൾ കുറേ പ്ലാൻ ചെയ്തതാണ്. പക്ഷെ എനിക്ക് പ്രാക്ടീസ് ചെയ്യാൻ ടൈം കിട്ടിയില്ല. 2 കല്യാണങ്ങൾ ഒരുമിച്ച് വന്നത് കാരണം. സോ ഡാൻസ് എല്ലാം പാട്ട് ആ ചേട്ടൻ അടിപൊളി പാട്ട് പാടി. താങ്ക് യു സോ മച്ച്. പിന്നെ നല്ല ലൈവ്ലി ആയിരുന്നു. ഗെയിംസ് എല്ലാം കൊണ്ട് ഞാൻ ആരും ഗെയിംസ് ചിലപ്പോൾ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബട്ട് എല്ലാവരും ഭയങ്കര ആക്റ്റീവായി നിന്നത് കാരണം അത് നമുക്ക് നന്നായി നോക്കി. ആങ്കറിങ് അടിപൊളിയായിരുന്നു. എല്ലാം അടിപൊളി. താങ്ക് യു സോ മച്ച്. എനിക്ക് പറയാനുള്ളത് ഇപ്പം മുതൽ തന്നെ എനിക്ക് പറയാനുള്ളത് തന്നെയാണ് എൻ്റെ ഭാര്യയ്ക്ക് പറയാനുള്ളത്. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. പറഞ്ഞിട്ട് എസ്കേപ്പ് ആണെന്ന് എനിക്കറിയാം. എന്തോ അമ്മ ഭയങ്കര ഷൈ. അമ്മയ്ക്ക് ഒന്നും പറയാനില്ല. പക്ഷെ അമ്മ അങ്ങനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അമ്മ എന്തെങ്കിലും 2 വാക്ക് പറഞ്ഞെങ്കിൽ എനിക്കൊരു മനസ്സമാധാനം കിട്ടുന്നില്ല. രാഹുലിനെ വിളിക്കും ഡാൻസ് കളിക്കാൻ. ഓ, അതാണ് ആഗ്രഹം. അപ്പോൾ രാഹുൽ വലിയൊരു ഡാൻസർ ആണെന്ന് ഇതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. അമ്മ എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ പ്രോഗ്രാമിനകത്തെ? ഞാൻ മാത്രം പറഞ്ഞു കൊടുത്തത് എന്തെങ്കിലും പറഞ്ഞു. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ഇങ്ങനെ കാര്യങ്ങൾ അല്ല, ഇനിയൊരു ഡാൻസ് പാർട്ടിയൊക്കെ നമ്മൾ സെറ്റ് വരുന്നല്ലേ?
தவிக்குது மாற டம் டம் மஞ்சர டம் டம் மாத்து அடிக்கும் மங்கள டம் டம் ஓர டம் டம் மோதிப்பி டம் டம் ஓங்கி தட்டிக்கும் முத்திக டம் டம் மாற டம் டம் மஞ்சர டம் டம் மாத்து அடிக்கும் மங்கள டம் டம் ஓர டம் டம் மோதிப்பி டம் டம் ஓங்கி தட்டிக்கும் முத்திக டம் டம் ஓங்கி தட்டிக்கும் முத்திக டம் டம் நீயும் வந்தா நல்ல நேரம் சட்டென ஆரம்பமாகுமே உன்னை கை பிடிச்சா இந்த நாடு பண்டிகை தேதியில் சேருமே அசஞ்சா வந்து நித்திர கெடுக்கும் சித்தன்ன கோயில் சித்திரமே நினப்பா வந்து சக்கரம் சுத்துற அத்தரி கொட்டுல ரத்தினவே வாழ செழிக்க வாக்கு பலிக்க வாங்கும் சந்தனம் வாசம் பொழிக்க கேட்டு கிழிக்க கூட்டம் குதிக்க நெஞ்சம் ரெண்டும் பட்டுன்னு ஒட்டிக்க பால தந்தம் மஞ்சர தந்தம் மாத்து அடிக்க மங்கள தந்தம் கோல தந்தம் மோதிக்கு தந்தம் ஓங்கி தட்டிக்கும் முத்திக தந்தம் நிலை பெயராது சிலை போலவே நின்று நிலை பெயராது சிலை போலவே நின்று நேரமாவதறியாமலே மிக வினோதமான முரளிதரா நேரமாவதறியாமலே மிக வினோதமான முரளிதர என் மனமலை பாயுது அலை பாயுதே கண்ணா என் மனமதில் அலை பாயுதே ஆனந்த மோகன வேணுகானமதில் அலை பாயுதே கண்ணா என் மனமலை பாயுதே உன் ஆனந்த மோகன வேணுகானமதில் அலை பாயுதே தெளிந்த நிலவு பட்ட பகல் போல் எரியுது தெளிந்த நிலவு பட்ட பகல் போல் எரியுது உந்திக்கை நோக்கி என் இருபுருவம் நெறியுது கனிந்த உன் வேணுகானம் கனிந்த உன் வேணுகானம் காற்றில் வருகிறது கனிந்த உன் வேணுகானம் காற்றில் வருகிறது கண்கள் சொருகே ஒரு விதமாய் வருகிறது கண்கள் சொருகே ஒரு விதமாய் வருகிறது கதித்த மனத்தில் உறுத்தி பதத்தை எனக்கு அழைத்து மகிழ்த்தவா ஒரு தனித்த வனத்தில் அணைத்து எனக்கு உணர்ச்சி கொடுத்து முகிழ்த்தவா கதறி மனமுருகன அழைக்கவோ இதர மாதருடன் நீ கழிக்கவோ கதறி மனமுரு
அவள் போலவே மனது வேதனை மிகவோடு அலைப்பாயுதே. മേഘഗോപുരം മഴയായി പൊഴിയും നോവിൻ താരകം മോഹങ്ങൾ പേരുമീ മേഘഗോപുരം മഴയായി പൊഴിയും നോവിൻ താരകം. அழகே நினைவே ஒழுகும் நதியே அலைப்போ
എനിക്ക് ആദ്യത്തെ ആക്ച്വലി ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ പുള്ളി ഉണ്ടായിരുന്നില്ല. പുള്ളി ആക്ച്വലി ആഫ്റ്റർനൂൺ ബാച്ച് ആയിരുന്നു. പിന്നീട് ഫ്രണ്ട്സ് മോർണിംഗ് ബാച്ചിലായത് കാരണം മോർണിംഗ് ബാച്ചിലേക്ക് മാറ്റി വന്ന ആളാണ്. സോ അതുകൊണ്ട് ഈ പേരൊന്നും അറിയത്തില്ലായിരുന്നു. അതൊരു സ്ട്രൈക്കിംഗ് മൊമെന്റ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ക്ലാസ് കഴിഞ്ഞ ഒരു ഫൺ ഗെയിംസ് ഉണ്ടായിരിക്കും. അപ്പൊ അതിലൊരു ഗെയിം എന്താണെന്ന് വെച്ചാൽ ടീം എ ആൻഡ് ടീം ബി. അതിൽ ടീം എ അവരുടെ അപ്പിയറൻസിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുന്നത് അത് ടീം ബി കണ്ടുപിടിക്കണം. അതായിരുന്നു ടാസ്ക് ആക്ച്വലി. അപ്പോൾ വിവേകേട്ടനും ഞാൻ സെയിം ടീമായിരുന്നു. എല്ലാവരും അവരുടെ അപ്പിയറൻസ് ചേഞ്ച് ചെയ്തു. ഞങ്ങൾക്ക് ചേഞ്ച് ചെയ്ത് അറിയണമില്ല. അപ്പോൾ വിവേകേട്ടൻ്റെ ഒരു എൻ്റെ മുതൽ ഞാൻ എൻ്റെ കുറേ മുതലുണ്ട്. ഇതേപോലെ കുറേ മുതലുണ്ട്. അപ്പൊ ഞാൻ കുഞ്ഞു മുതലെടുത്തിട്ട് വന്നിട്ട് നിങ്ങളുടെ കയ്യിലിട്ടോ, അത് നിങ്ങളുടെ കുറേ ഇങ്ങനെ ഹെയർസ് ഉള്ള കാരണം അത് കാണില്ല എന്ന് പറഞ്ഞു. അത് അതേപോലെ തന്നെ ആയിട്ടോ. കാരണം ആ റിങ് എടുത്തു അത് ഓപ്പോസിറ്റ് കാണാൻ വെച്ചില്ല. ഞങ്ങൾക്ക് പോയിന്റ്സ് കിട്ടി. പുള്ളി അത് കഴിഞ്ഞ് തിരിച്ച് എൻ്റെ കയ്യിൽ നിന്ന് ആ മുഖം തെളിച്ചത്. അതാണ് ഞങ്ങൾ ഫസ്റ്റ് ഇൻട്രാക്ഷൻ. അതിനുശേഷം കുറെ ദിവസം പോയി. പിന്നെ ഞങ്ങൾ സംസാരിച്ചു, ഫ്രണ്ട്സായി, പിന്നെ റിലേഷനായി. വീട്ടിലൊന്നും ഒരു ക്ലൂ പോലും എന്നെ കൊടുത്തില്ലായിരുന്നു. പക്ഷെ വീട്ടുകാർക്ക് നല്ല ഡൗട്ടുണ്ടായിരുന്നു. ഒരു വട്ടം പോലും പിടിച്ചില്ല. പിടിച്ചില്ല, ഒരു വട്ടം പോലും പിടിച്ചില്ല. ഞാൻ എന്നെ പ്രൊപ്പോസ് ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ വീട്ടുകാർ സമ്മതിക്കാണ്ട് എങ്ങോട്ട് വരില്ല, ഫോൺ ചെയ്യില്ല, മെസ്സേജ് അയക്കില്ല. നിങ്ങൾ സെറ്റിൽ ആയിട്ട് വീട്ടിൽ വന്ന് ചോദിച്ചോ, ഞാനത് സമ്മതിക്കാന്ന് പറഞ്ഞു. എനിക്ക് അടി കിട്ടുന്ന വിചാരിച്ചേ. പക്ഷെ അടിയും കിട്ടിയില്ല, ചീത്തയും പറഞ്ഞില്ല. ഒരു 2 മിനിറ്റ് കെട്ടിപ്പിടിച്ച് കരഞ്ഞു. നിനക്ക് നേരത്തെ പറയാനല്ലേ ഞങ്ങൾ തിരിച്ചു തരുമെന്ന് ചോദിച്ചു. അതായത് പറഞ്ഞു, മേ ബി വിവേകേട്ടനായതുകൊണ്ടായിരിക്കാം ഇത്ര പെട്ടെന്ന് സമ്മതിച്ചത്. വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് സമ്മതിക്കില്ല. ഞാനിങ്ങനെ ഇത്ര പെട്ടെന്ന് സമ്മതിക്കാമെന്ന് നേരത്തെ വീട്ടിൽ പറയുന്നത്. ഞാൻ പേടിച്ചിട്ട് വീട്ടിൽ പറയാതെ കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു. പക്ഷെ പിന്നെ നമുക്ക് ജോലിയൊക്കെ കിട്ടി. ഞാൻ ഓൾമോസ്റ്റ് 5 വർഷമായിട്ട് വീട്ടിൽ മാറി താമസിക്കുന്നത്. സകല ചെന്നൈ, കന്യാകുമാരി, തിരുവനന്തപുരം പറഞ്ഞു ഇപ്പൊ കോഴിക്കോട് നിൽക്കുന്നത്. അപ്പൊ വീട്ടിൽ നിന്ന് ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ കുറച്ചുകൂടെ സ്നേഹം കൂടുമല്ലോ. പിന്നെ അച്ഛൻ ഗൾഫിലായിരുന്നു. അച്ഛൻ നാട്ടിൽ വന്നപ്പോഴേക്കും എനിക്ക് ജോലി കിട്ടി, ഞാൻ പോയി. അങ്ങനെ അത്ര സ്ട്രിക്റ്റ് ഒന്നുമല്ല, നല്ല ഫൺ ലവിങ് വൈബ് ഫാമിലിയാണ്. വിവേകേട്ടൻ്റെ അമ്മയാണെങ്കിലും ഭയങ്കര പാവമാണ്. വീട്ടിൽ പറഞ്ഞത് ആക്സെപ്റ്റ് ചെയ്തു. വേറെ ഒരു ഒബ്ജക്ഷനോ നോ ഒന്നും പറഞ്ഞില്ല. ഏറ്റവും സ്ട്രൈക്കിംഗ്, ഏറ്റവും ഞങ്ങൾക്കൊരു അച്ചീവ്മെന്റ് പറഞ്ഞാൽ ഞങ്ങളുടെ റിലേഷൻ തുടങ്ങി അന്ന് മുതലേ ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീട്, മീൻസ് ഇത് അച്ഛൻ്റെ വീട് അല്ലെങ്കിൽ അമ്മയുടെ വീട് അങ്ങനത്തെ ഒരു ഇതാണ്. ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീട് വേണമെന്നുണ്ടായിരുന്നു. ലാസ്റ്റ് മന്ത് ഞങ്ങളുടെ പുതിയ വീട് രജിസ്ട്രേഷൻ കഴിഞ്ഞു. കഴിഞ്ഞാഴ്ച പാലിയാഴ്ചയിലായിരുന്നു ഞങ്ങൾക്ക് കല്യാണം കഴിഞ്ഞിട്ട് പോയാൽ മതി. എനിക്ക് വിവേകത്തിന് ആക്ച്വലി every girl should have a വിവേകേട്ടൻ in their life. അങ്ങനെ ഞാൻ വിചാരിക്കുന്നതാണ്. എൻ്റെ എല്ലാ അപ്സ് ആൻഡ് ഡൗൺസ് അനുഭവിക്കുന്നത്. ഇപ്പൊ ഞാൻ ഈ ഒരു നല്ല പൊസിഷനിൽ വന്നിട്ടുണ്ടെങ്കിൽ വിവേകേട്ടൻ്റെ കാരണം മാത്രമാണ്. ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇടയിൽ കൂടെ പഠിക്കുമായിരുന്നു. PG, ഡബിൾ പോസ്റ്റ് ഗ്രാജുവേഷൻ, നെക്സ്റ്റ് എല്ലാ കാര്യങ്ങളും വിവേകേട്ടൻ ഫുൾ സപ്പോർട്ടാണ്. നീ പഠിച്ചോ, നിനക്ക് ഫുൾ സപ്പോർട്ട് ഉണ്ട്. ആ ഒരു കാലിബർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പുഷ് ചെയ്യുന്നതൊക്കെ വിവേകേട്ടൻ. വീട്ടുകാരുണ്ട് കേട്ടോ, വീട്ടുകാരില്ലാന്നല്ല പറഞ്ഞത്. വീട്ടുകാരുടെ ഒപ്പം തന്നെ വിവേകേട്ടനും എനിക്ക് ഫുൾ സപ്പോർട്ടാണ്. ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ്. എനിക്ക് 7 വർഷം ഇതുവരെ എനിക്കൊരു ചേഞ്ച് ഫീൽ ചെയ്തിട്ടില്ല. ഇനി അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക്. അതുകൊണ്ട് എനിക്ക് കല്യാണം കഴിക്കാനുള്ള ഒരു ഫീലൊന്നും ഇല്ല. ലൈക്ക് ഇങ്ങനെ ഇത്രയും അറിയാവുന്ന ഒരാളായതുകൊണ്ടായിരിക്കാം മേ ബി. ഞാൻ ആക്ച്വലി എക്സ്ട്രീം ഓപ്പോസിറ്റ്സ് ആണ്. കുറച്ച് ഇൻട്രോവേർട്ട് ആണ്. ഞാൻ കുറച്ചും കൂടെ സംസാരിക്കും, കുഴപ്പമില്ല. അടിപൊളിയാണ്. ലൈക്ക് ഒരു മെയിൻ ഈഗോ അങ്ങനത്തെ ഒരു കാര്യമില്ല. വീട്ടിലെല്ലാ കാര്യങ്ങളും ചെയ്യും. ചപ്പാത്തിൻ്റെ ഒക്കെ പോവാണ്, എല്ലാം ചെയ്യും. ലൈക്ക് ഒന്നും ചെയ്യാൻ പാടില്ല. ഞാൻ പറഞ്ഞ ഫുൾ സപ്പോർട്ടീവാണ്. എനിക്ക് ഞാൻ ഒരു മിററിൽ നോക്കുമ്പോൾ എനിക്ക് വിവേകേട്ടൻ എനിക്ക് എന്തും പറയാം. ഐ ക്യാൻ ബി മൈസെൽഫ്. ആ ഫീലിംഗ് ആണ് എനിക്ക്. ഇത് വിവേകേട്ടനടുത്ത് പറഞ്ഞ എന്തെങ്കിലും അങ്ങനത്തെ ചിന്തകളില്ല. എനിക്ക് എന്ത് തോന്നുന്നു ഞാൻ വായിക്കൊണ്ടൊക്കെ കുറിച്ച് പറയും. ലൈക്ക് അത് അക്സെപ്റ്റ് ചെയ്യും. അതൊന്നും പ്രശ്നമില്ലാത്ത ഒരാളാണ്. ഈ വീഡിയോ ഇറങ്ങുമ്പോൾ മാത്രം വിവേകേട്ടൻ അറിയാൻ എന്തെങ്കിലും പറയാനുണ്ടോ? ഐ ലവ് യു. प्रमदं सुखमदनं सदहर ईश्वरी सर्वसमृद्धमे माङ्गल्यम् अगरं मनममुदं मुखप्रणयाभरमे सत्यसमसित माङ्गल्यम् शिवरूपिणि परमेश्वर धीपरिणयमे सर्गवसन्तमे माङ्गल्यम्.
ബ്രഹ്മാത്മകം അതിമനോഹരം വന്ദനം. തില്ലാനയിൽ ആദിതാളലയം പൂജിതം. തിരകളായി ഒഴുകുമാ സിരകളിൽ ജ്വാലയായ മോദമാടുന്നിതാരാമത്തിൽ. ബ്രഹ്മാത്മകം അതിമനോഹരം വന്ദനം. കാതമിതോരോന്നായി കാണുന്നു കാൽപാദം. രാവിതുരാഗങ്ങളാകുന്നു സഞ്ചാരം. തിരകളതറിയുന്നേ നിഴലോ മറയുന്നേ. ഒരു ശ്രുതി നിന്നിൽ നിന്നടരുന്നേ പടരുന്നേ. നടനം തുടരുന്നേ അരങ്ങിതുയരുന്നേ. ജതിലയം അവനിൽ നിന്നുലകാകെ പടരുന്നേ. ബ്രഹ്മാത്മകം അതിമനോഹരം വന്ദനം. താളം ആവോളം കനലാവോളം ഈ താളം ഈ തന്നാവേശം. സ്വരമീലയമാധുരമേ നീ തണലാകുവതീ വഴിയേ. ഇടതരും മിഴികൾ ഉഴലും വഴി നീ ഇതിലേ തുടരും. തിരകളതറിയുന്നേ നിഴലോ മറയുന്നേ. ഒരു ശ്രുതി നിന്നിൽ നിന്നടരുന്നേ പടരുന്നേ. നടനം തുടരുന്നേ അരങ്ങിതുയരുന്നേ. ജതിലയം അവനിൽ നിന്നുലകാകെ പടരുന്നേ. ബ്രഹ്മാത്മകം അതിമനോഹരം വന്ദനം. ബ്രഹ്മാത്മകം അതിമനോഹരം വന്ദനം. पवन स्तुति पात्र पावन चरित्र रवि सोमवर नेत्र रमणीय गात्र. पवन स्तुति पात्र पावन चरित्र रवि सोमवर नेत्र रमणीय गात्र. सीता कल्याण वैभोगमे रामा कल्याण वैभोगमे. सर्वलोकाधार सम
കനകാഗധീര സർവലോകാധാര സമരൈക വീര ഗർവമാനസദൂര കനകാഗധീര സീതാ കല്യാണ വൈഭോഗമേ രാമ കല്യാണ വൈഭോഗമേ परमेशनुतगीत भवजलधिपोत धरणिकुलसंजात त्यागराजनुत परमेशनुतगीत भवजलधिपोत धरणिकुलसंजात त्यागराजनुत सीता कल्याण वैभोगमे राम कल्याण वैभोगमे सीता कल्याण वैभोगमे ആദ്യം കണ്ട് സംസാരിച്ച് തുടങ്ങിയ സമയത്ത് ഇങ്ങനൊരു റിലേഷൻഷിപ്പിലായി മാറും എന്നുള്ളൊരു തോട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് എപ്പോഴോ സംസാരങ്ങൾക്കിടയിൽ അങ്ങനെ ഒരു സ്പാർക്ക് എന്ന് പറയില്ലേ, ഒരു ബട്ടർഫ്ലൈ ഇൻ ദ ടമ്മി, അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് വന്നത്. എനിക്ക് അപ്പോഴും വലിയ ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല സമ്മതിക്കുമോ എന്നുള്ള രീതിക്കൊന്നും. പക്ഷെ എന്തോ ഞാൻ സംസാരിച്ചപ്പോൾ കുട്ടിക്ക് ആ സെയിം ഒരു വൈബായിരുന്നു. ഞാൻ ഭയങ്കര പാവം കുട്ടിയാണ്, ഞാൻ അങ്ങനെ മിണ്ടുണ്ടെങ്കിലും വലിയ ഓവർ ദ ടോപ്പ് ശബ്ദം എടുത്ത് സംസാരിക്കുന്ന കുട്ടിയൊന്നുമല്ല. നമ്മൾ ശരിക്കും നിവർന്ന് പോലും നോക്കാത്ത ഒരു പാവം കുട്ടി, അങ്ങനെ ഞാൻ വിചാരിച്ചേ. അങ്ങനെ അല്ലായിരുന്നു. ബട്ട് ആ ഒരു ട്രാൻസിഷൻ സമയം ഫുൾ ഞാൻ എൻജോയ് ചെയ്തു ആക്ച്വലി. ഇപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം റിയലൈസ് ചെയ്യല്ല അങ്ങനെയല്ല കുട്ടി എന്നുള്ളത്. ഒരു ഗ്രാജുവൽ പ്രോഗ്രസ് ഉണ്ടാവില്ല. നമ്മൾ സംസാരിച്ച് കംഫർട്ടബിളായി. ആദ്യം പാവമായിരുന്ന കുട്ടി പിന്നെ നമ്മൾ ശബ്ദത്തിന് മേലെ സംസാരിക്കുക, അല്ലെങ്കിൽ നമ്മളെ തന്നെ കളിയാക്കി തുടങ്ങുക, അങ്ങനത്തെ അത് എൻജോയ് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് ഞാൻ ശരിക്കും ഇഷ്ടം മനസ്സിലാക്കിയത്. ഈ കഴിഞ്ഞ ഒരു 6-7 മാസമായിട്ട്, അതായത് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് ഒരു 6-7 മാസമായിട്ട് ഒത്തിരി സ്ട്രഗിൾ ഉണ്ടായിരുന്നു. കാരണം ഇതിൻ്റെ ഇടയിൽ വീട് മാറലിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊരു വലിയ പറിച്ചു നടലാണ് എനിക്ക്. അപ്പോൾ ഇവിടെ ചില സമയങ്ങളിൽ വല്ല ഇഷ്ടങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങളോട് സംസാരിക്കുമ്പോൾ ബാക്ക് ഓഫ് ദി മൈൻഡ് എനിക്ക് ഈ ഒരു ടെൻഷനുള്ളപ്പോൾ എനിക്ക് പ്രധാനമായിട്ടുള്ളൊരു അവളൊരു കാര്യം പറയുകയാണെങ്കിൽ പോലും എനിക്ക് അത്ര ഇമ്പോർട്ടൻസ് അതിന് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഞാൻ ചിലപ്പോൾ ദേഷ്യപ്പെടാറുണ്ട്. ഈ ഇടയ്ക്കായിട്ട് എനിക്ക് ഒത്തിരി ദേഷ്യമാണ് കൂടിയിട്ടുമുണ്ട്. അപ്പം അങ്ങനെ ഞാൻ പലപ്പോഴും പറയുമ്പോൾ കുട്ടിക്ക് ഒത്തിരി വിഷമമായിട്ട് നിൽക്കാറുണ്ട്. അപ്പം അതിന് ഐ ആം സോറി. இரண்டு மனம் இணைய 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 பிறந்த பயனடைய அடைய அடைய ஊர் பார்க்க கை கோர்க்கும் நாள் வந்ததே என்னாலும் அன்போடு ஆனந்தமே. கூட்டிலே ஒரு ஓரமாய் இருந்தேனடா கண்ணா, வரமாகவே நீ வந்ததால் திலை
வைத்தேனடா. திசையின்றி நான் தேடி திரிந்தேன் தனியாகவே கண்ணே, ஒளியாக நீ என்னை சேர்ந்ததா பிழைத்தேனடி. கனவிலும் கண்டிராதொரு காட்சி ஒன்றினை இன்று பார்க்கிறேன். நிஜமிது என்று நானுமே நம்பிடாமலே கிள்ளி பார்க்கிறேன். இருக்கும் காலம் யாவும் உந்தன் நினைப்பினில் நீ எந்தன் செல்ல சினங்களில் அணை கொண்டு தடுத்தாலும் இல்லா புனல் இது இன்ப கடல் இது காதல். அணை கொண்டு தடுத்தாலும் இல்லா புனல் இது இன்ப கடல் இது காதல். இரண்டு மனம் இணைய 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 பிறந்த பயனடைய அடைய அடைய ஊர் பார்க்க கை கோர்க்கும் நாள் வந்ததே. எந்நாளும் அன்போடு ஆனந்தமே. ನಗುಮೋ ಓ ಮೂಗನಲೆ ನೀನಾ ಜಾಲಿ ತಿಳಿಸಿ ನಗುಮೋ ಮೂಗನಲೆ ನೀನಾ ಜಾಲಿ ತಿಳಿಸಿ ನನು ಬ್ರೋವಾರಾಧ ಶ್ರೀ ರಘುವರ
తెలిసి నగుమో మూగనలే నీ నా జాలి తెలిసి నను రాధా శ్రీ రఘువరని నగుమో मनव्यालकिं जरा तडे मनव्यालकिं जरा तडे मनव्यालकिं जरा तडे मर्ममिल्लतिल वेदने मनसा मनव्यालकिं जरा तडे മർമ്മമില്ലതിൽ വേദന മനസമനവ്യാലകിം ചരാ തടേ ఘనుడైన శ్రీ ఘనుడైన శ్రీ రామచంద్రుని ఘనుడైన శ్రీ రామచంద్రుని కరుణాంతరంగ మూతెల్పిన ఘనుడైన శ్రీ రామచంద్రుని కరుణాంతరంగ మూతెల్పిన మనవ్యాలకిం చరా कर्मकाण्ड माता हृष्टुलै बाबा कर्मकाण्ड माता हृष्टुलै बाबा गगन चारुलै गसी जिन्दगा हनी मानवा అవతారుడై గని మానవా అవతారుడై గని పెంచినాడే నడనాట్యా
ಭಾಗ್ಯದ ಲಕ್ಷ್ಮೀ ಬಾರಮ್ಮ ಭಾಗ್ಯದ ಲಕ್ಷ್ಮೀ ಬಾರಮ್ಮ ನಮ್ಮಮ್ಮ ನೀ ಸೌಭಾಗ್ಯದ ಲಕ್ಷ್ಮೀ ಬಾರಮ್ಮ ನಮ್ಮಮ್ಮ ನೀ ಸೌಭಾಗ್ಯದ ಲಕ್ಷ್ಮೀ ಬಾರಮ್ಮ ನಮ್ಮಮ್ಮ ನೀ ಸೌಭಾಗ್ಯದ ಲಕ್ಷ್ಮೀ ಬಾರಮ್ಮ ಹೆಜ್ಜೆಯ ಮೇಲೆ ಹೆಜ್ಜೆಯ ನಿಕ್ಕುತ ಗೆಜ್ಜೆ ಕಾಲ್ಗಳ ಧ್ವನಿಯ ತೋರುತ ಹೆಜ್ಜೆಯ ಮೇಲೆ ಹೆಜ್ಜೆಯ ನಿಕ್ಕುತ ಗೆಜ್ಜೆ ಕಾಲ್ಗಳ ಧ್ವನಿಯ ತೋರುತ ಸಜ್ಜನ ಸಾಧು ಪೂಜೆಯ ವೇಳೆಗೆ ಮಜಿಗೆಯೊಳಗಿನ ಬೆಣ್ಣೆಯಂತೆ ಭಾಗ್ಯದ ಲಕ್ಷ್ಮೀ ಬಾರಮ್ಮ ನಮ್ಮಮ್ಮ ನೀ ಸೌಭಾಗ್ಯದ ಲಕ್ಷ್ಮೀ ಬಾರಮ್ಮ ವೃಷ್ಟಿಯ ಕರೆಯುತ್ತ ಬಾರಿ ಮನಕಾಮನೆಯ ಸಿದ್ಧಿಯ ತೋರೆ ಕನಕ ವೃಷ್ಟಿಯ ಕರೆಯುತ್ತ ಬಾರೆ ಮನಕಾಮನೆಯ ಸಿದ್ಧಿಯ ತೋರೆ ದಿನಕರ ಕೋಟಿ ತೇಜದಿ ಹೊಳೆಯುವ ಜನಕರಾಯನ ಕುಮಾರಿ ಬೇಗ ಭಾಗ್ಯದ ಲಕ್ಷ್ಮೀ ಬಾರಮ್ಮ ನಮ್ಮಮ್ಮ ನೀ ಸೌಭಾಗ್ಯದ ಲಕ್ಷ್ಮೀ ಬಾರಮ್ಮ ಅತ್ತಿತ್ತಗಲದೆ ಭಕ್ತರ ಮನೆಯೊಳು ನಿತ್ಯ ಮಹೋತ್ಸವ ನಿತ್ಯ ಸುಮಂಗಲ ಸತ್ಯವ ತೋರುವ ಸಾಧು ಸಜ್ಜನರ ಚಿತ್ತದಿ ಹೊಳೆಯುವ ಪುತ್ಥಳಿಗೊಂಬೆ ಭಾಗ್ಯದ ಲಕ್ಷ್ಮೀ ಬಾರಮ್ಮ ನಮ್ಮಮ್ಮ ನೀ ಸೌಭಾಗ್ಯದ ಲಕ್ಷ್ಮೀ ಬಾರಮ್ಮ ಸಂಖ್ಯೆಯಿಲ್ಲದ ಭಾಗ್ಯವ ಕೊಟ್ಟು ಕಂಕಣ ಕೈಯ ತಿರುವುದ ಬಾರೆ ಸಂಖ್ಯೆಯಿಲ್ಲದ ಭಾಗ್ಯವ ಕೊಟ್ಟು ಕಂಕಣ ಕೈಯ ತಿರುವುದ ಬಾರೆ ಕುಂಕುಮಾಗಿದೆ ಪಂಕಜಲೋಚನೆ ವೆಂಕಟರಮಣನ ಬಿಂಕದ ರಾಣಿ ಭಾಗ್ಯದ ಲಕ್ಷ್ಮೀ ಬಾರಮ್ಮ ನಮ್ಮಮ್ಮ ನೀ ಸೌಭಾಗ್ಯದ ಲಕ್ಷ್ಮೀ ಬಾರಮ್ಮ ಸಕ್ಕರೆ ತುಪ್ಪದ ಕಾಲುವೆ ಹರಿಸಿ ಸಕ್ಕರೆ ತುಪ್ಪದ ಕಾಲುವೆ ಹರಿಸಿ ಶುಕ್ರವಾರದ ಪೂಜೆಯ ವೇಳೆಗೆ ಅಕ್ಕರೆಯುಳ್ಳ ಅಳಗಿರಿ ರಂಗನ ಚೊಕ್ಕ ಪುರಂದರ ವಿಠಲನ ರಾಣಿ ಅಕ್ಕರೆಯುಳ್ಳ ಅಳಗಿರಿ ರಂಗನ ಚೊಕ್ಕ ಪುರಂದರ ವಿಠಲನ ರಾಣಿ ಭಾಗ್ಯದ ಲಕ್ಷ್ಮೀ ಬಾರಮ್ಮ ನಮ್ಮಮ್ಮ ನೀ ಸೌಭಾಗ್ಯದ ಲಕ್ಷ್ಮೀ ಬಾರಮ್ಮ ನಮ್ಮಮ್ಮ ನೀ ಸೌಭಾಗ್ಯದ ಲಕ್ಷ್ಮೀ ಬಾರಮ್ಮ ಬಾರಮ್ಮ ಬಾರಮ್ಮ
தவிக்குது மால டம் டம் மஞ்சர டம் டம் மாத்து அடிக்க மங்கள டம் டம் ஓல டம் டம் மோதிப்பி டம் டம் ஓங்கி தட்டிக்கும் முத்திக டம் டம் மால டம் டம் மஞ்சர டம் டம் மாத்து அடிக்க மங்கள டம் டம் ஓல டம் டம் மோதிப்பி டம் டம் ஓங்கி தட்டிக்கும் முத்திக டம் டம் ஓங்கி தட்டிக்கும் முத்திக டம் டம் நீயும் வந்தா நல்ல நேரம் சட்டென ஆரம்பமாகுமே உன்னை கை பிடிச்சா இந்த நாடு பண்டிகை தேதியில் சேருமே அசஞ்சா வந்து நித்திர கெடுக்கும் சித்தன்ன கோயில் சித்திரமே நினப்பா வந்து சக்கரம் சுத்துற அத்தரை கொட்டுல ரத்தினவே வாழ செழிக்க வாக்கு பலிக்க வாங்கும் சந்தனம் வாசம் பொழிக்க கேட்டு கிழிக்க கூட்டம் குதிக்க நெஞ்சம் ரெண்டும் பட்டுன்னு ஒட்டிக்க பால தந்தம் மஞ்சர தந்தம் மாத்து அடிக்க மங்கள தந்தம் கோல தந்தம் ஒதுக்கு தந்தம் ஓங்கி தட்டிக்கும் முத்திக தந்தம் कोई लफ्ज ही नहीं इस दुनिया में कर दे जो ये बयां तू क्या है मेरे लिए मैंने मांगा था रब से बस एक ही सितारा बदले में दे दिया मुझको तारों से भरा उसने आसमां ये सारा ओ सजना मैं तेरा तू मेरी हो गईया ओ सजना मैं तेरा तू मेरी हो गईया कोयल बैठी कोट ले मैं दीना रंग ले परदेश उड़ी जाए रे जोने कोयल बैठी कोट ले मैं दीना रंग ले परदेश उड़ी जाए रे हो जानो न जानो तुझे के मानो मारा दिल ना दरियानो छे किनारो तू તારી વાલી આવા તો માવી તે મારી રાતો મારા ગીતોનો અનહદ સહારો છે તું तेरी ओर मैं चलूं